ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ഉണ്ടായ കുമാരനെ പാണ്ഡുവും ഓടിച്ചെന്നു കണ്ടുടൻ ജാതകർമ്മം ചെയ്തിതു യഥാവിധി. സന്തോഷം പൂണ്ടു മരുവീടുന്നാളൊരു ദിനം കുന്തിയോടുര ചെയ്തു പാണ്ഡുവാം നൃപവരൻ. എന്തൊരു കഴിവിനി രണ്ടാമതൊരു സുതൻ അന്തമില്ലാതെ ബലമുണ്ടായുണ്ടാവാനടോ. ക്ഷത്രിയ വംശത്തിങ്കൽ ജനിച്ചിടുന്നതാകിൽ ശക്തനായിരിക്കണം എങ്കിലേ ഫലമുള്ളൂ. വാജിമേധത്തിനല്ലോ ശ്രേഷ്ഠത്വം കൃതുക്കളിൽ തേജസാം കുലശ്രേഷ്ഠനായതു ദിനകരൻ. വിപദാം കുലശ്രേഷ്ഠൻ ബ്രാഹ്മണനെന്ന പോലെ വിഭുതശ്രേഷ്ഠനല്ലോ മാരുതദേവനടോ. എന്നാൽ നീ ജഗൽ പ്രാണദേവനെ ആവാഹിച്ചു നന്ദനമുണ്ടാക്കുക ബലവാനാട ആയിട്ടിന്നും. ഭർത്താവിൻ നിയോഗത്താൽ കുന്തിയും തെളിഞ്ഞുള്ളിൽ ഭക്തി പൂണ്ടാവാഹിച്ചാൾ മാരുതദേവൻ തന്നെ. മന്ത്രത്തിൻ ബലം കൊണ്ടു വായുവും അപ്പോഴേ വന്നന്തികെ നിന്ന നേരം കുന്തിയും നാണം പൂണ്ടാൾ. പുത്രനെ വരിച്ചപ്പോൾ ഗന്ധവാഹനം ഉത്തമായാമവളെ പുണർന്നു ഗാഠം ഗാഠം. അപ്പോഴുത്പാദിച്ചു ഗർഭവും തികഞ്ഞപ്പോൾ അർഭകൻ പിറന്നിതു തെളിഞ്ഞു ലോകങ്ങളും. അന്നേരം അശരീരിതന്നുടെ വാക്കുകേട്ടു നന്ദനനിവൻ ബലിശ്രേഷ്ഠനെന്നെല്ലാടവും. ഭീമവിക്രമനായ ഭീമസേനനുമേവം ഭൂമിപാലകകുലശ്രേഷ്ഠനായുണ്ടായി വന്നു. പറ്റലർക്കാലരായ മറ്റുള്ള ഭൂപാലന്മാർ കിറ്റിറ്റു വീണിടുന്നു മൂത്രവും അശ്രുക്കളും. കുന്തിയും 10-ാം ദിനം കുളിപ്പാൻ പോയാൾ നിജനന്ദനൻ തന്നെ പണിപ്പെട്ടെടുത്തും കൊണ്ടുടൻ. കുളിച്ചു കുമാരനെ എടുത്തുകൊണ്ടു കുന്തി തളർച്ചയോടും ആശ്രമത്തിനു പോരും നേരം പിടിച്ചു തിന്മാൻ വ്യാഘ്രമടുത്തു വേഗത്തോടു പടുത്വമേറും പാണ്ഡു കൊടുത്തു ശരം കൊണ്ടു മരിച്ചു. ശാർദൂലവും ഈശ്വരവിധിവശാൽ സ്മരിച്ചു ദുർവാസാവിൻ മന്ത്രത്തെ കുന്തി. അപ്പോൾ അലറി വരുന്നൊരു പുലിയെ കണ്ടു വ്യഥ മേൽപോട്ടേക്കു പിടിച്ചു കരേറുമ്പോൾ വീണുപോയിതു ബാലൻ കീഴ്പോട്ടേക്കുരുണ്ടുടൻ. താഴൊരു ഭാഗത്തൊരു കല്ലിന്മേലെത്ര കഷ്ടം ചൂർണമായി ചമഞ്ഞിതു ശിലയും. അതു കണ്ടു പൂർണ്ണ വിസ്മയം പരമാനന്ദത്തോടു പാണ്ഡു. ഭഗവാൻ പരമാത്മാ പരമേശ്വരൻ വിഷ്ണു ജഗദാംപതി പരിപാലിച്ചു കൊള്ളുകയെന്നാൻ. സചന്ദ്രേ ബൃഹസ്പതൗ സിംഹകേ മഹാന്യതേ വിജയമുഹൂർത്തകേ ദിനമധ്യകേ സൂര്യേ പിറന്നു ഭീമസേനൻ വിശദത്രയോദശ്യാം. നിറഞ്ഞ പാതിരയ്ക്കു മുമ്പിലെ സുയോധനൻ പിറന്നാൻ. അതുനേരം കരഞ്ഞു കുറുനരി. ചൊരിഞ്ഞു മേഘങ്ങളും രുധിരവൃഷ്ടി കൊണ്ടു വരുത്തി വിപ്രന്മാരെ ധൃതരാഷ്ട്രരുമപ്പോൾ. പെരുത്ത താപത്തോടും വിതുരരോടു ചൊന്നാൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകന്നപ്പോൾ മന്നവൻ തന്നോടാശു വിതുരർ ഉര ചെയ്തു. ഇന്നിപ്പോൾ ഉണ്ടായവൻ നമ്മുടെ കുലാന്തകൻ എന്നതു ദൈവമറിയിക്ക ചെയ്തതു നൂനം. ത്യജിച്ചിടേണമൊരു പുരുഷം കുലസ്യാർത്ഥേ ത്യജിച്ചിടേണമൊരു കുലത്തെ ഗ്രാമസ്യാർത്ഥേ. ത്യജിക്കാം ജനപദസ്യാർത്ഥേ കേവലം ഗ്രാമം ത്യജിക്കാമാത്മാർത്ഥേ. തന്നാടുമെന്നറിയേണം ഇത്തരം വിദുരരും വിപ്രരും മുര ചെയ്താരും
ഉത്തരം ചൊല്ലിയിലേതും പുത്രസ്നേഹത്താൽ നൃപൻ. അങ്ങനെ 100 മക്കൾ ധൃതരാഷ്ട്രനുമുണ്ടായി. തിങ്ങിന മോദത്തോടും പിന്നെയും പാണ്ഡുനൃപൻ. ലോകവിഖ്യാതനായിട്ടിനിയും ഒരു സുതൻ ഭാഗവതോത്തമനായുണ്ടാവാൻ എന്തു നല്ലു. ത്രൈലോക്യാധിപനായ വാസവൻ ദേവശ്രേഷ്ഠൻ പൗലോമവീരൻ തന്നെ സേവിച്ചാൽ അവനുടെ വീര്യത്താൽ നമുക്കൊരു നന്ദനനുണ്ടായി വരും. വീര്യവാനായിട്ടെന്നു കൽപ്പിച്ചു വഴി പോലെ താപസശ്രേഷ്ഠന്മാരുമായി നിരൂപിച്ചു കൽപ്പിച്ചാഭോഗാനന്ദം പൂണ്ടു കുന്തിയോടുര ചെയ്താൻ. വല്ലഭേ, നമുക്കിന്നും നല്ലൊരു തനയനെ സ്വർലോകാധിപസമനായിട്ടുണ്ടാക്കിയിടേണം. ആരാധിച്ചിടുന്നതുണ്ടിന്ദ്രനെ ഞാനും നീയും. പാരാതെ വരിക്കേണം മന്ത്രം കൊണ്ടെന്റെ ചൊല്ലാൻ. ഇങ്ങനെ നിയോഗിച്ചാൻ മംഗലനായ പാണ്ഡു. അങ്ങനെ തന്നെയെന്നു കുന്തിയും ഉര ചെയ്താൾ. ധീരാത്മാ നൃപോത്തമനൊരു കാൽ കൊണ്ടു നിന്നു ഘോരമായിരിപ്പോരോ തപസ്സു തുടങ്ങിനാൻ. അക്കാലം പ്രത്യക്ഷനായിടിന മഹേന്ദ്രനും ഉൾക്കാമ്പു തെളിഞ്ഞു ഭൂപാലനോടരുൾ ചെയ്തു. 3 ലോകത്തിങ്കലും വിശ്രുതനായിട്ടിപ്പോൾ ഞാൻ നിനക്കൊരു സുതൻ തന്നെയുണ്ടാക്കിയിടുവൻ എന്നതു കേട്ടു തെളിഞ്ഞിടിനാൻ പാണ്ഡുനൃപൻ. ചെന്നു കുന്തിയെ പുണർന്നിടിനാൻ മഹേന്ദ്രനും. ഗർഭിണിയായ കുന്തി തന്നെ തേജസ്സു കണ്ടത്ഭുതം പൂണ്ടു ചമഞ്ഞിടിനാരെല്ലാവരും. അർഭകൻ പിറന്നിതു ഫാൽഗുനമാസേ. പുനരപ്പോഴേ ഫൽഗുനനെന്നതിനാൽ പേരുമിട്ടാൻ. കേൾക്കായി ദശരീരി വാക്കുമന്നേരം ദിവി സാക്ഷാൽ ശ്രീരാമസമനായി വരുമിവനെന്നു ചേതസി ശതശൃംഗവാസികൾക്കെല്ലാം അപ്പോൾ പ്രീതിയും വളർന്നിതു. കുന്തിയും സന്തോഷിച്ചാൾ. ദേവകൾ പെരുമ്പറയടിച്ച നാദഘോഷ. ഏവമെന്നെനിക്കിപ്പോൾ ചൊല്ലുവാൻ അരുതല്ലോ. കൽപ്പാന്തകാലത്തിങ്കൽ പെയ്യുന്ന മഴ പോലെ പുഷ്പങ്ങൾ കൊണ്ടു വൃഷ്ടിയുണ്ടായതെന്തേ ചൊല്ലു. ദേവഗന്ധർവന്മാരും അപ്സര സ്ത്രീവർഗവും ദേവികളോടു പാട്ടുമാട്ടവും തുടങ്ങിനാർ. ജയന്തോദ്ഭവരചിതോത്സവമിത്രയില്ല. ഭയം തീർന്നിതു ദേവാദികൾക്കു മധുകാലം. ഇങ്ങനെ 3 കുമാരന്മാരുണ്ടായ കാലം. മംഗലശീലയായ മാദ്രിയും ഒരു ദിനം. പുത്രന്മാർ തനിക്കു താൻ പെറ്റൊന്നുമില്ലായ്കയാൽ ഭർത്താവു തന്നോടൊരു രഹസ്യ ചൊല്ലിയിടിനാൾ. ഗാന്ധാരി തനിക്കൊരു 100 പുത്രന്മാരുണ്ടു. ശാന്തമാനസയായ കുന്തിദേവിക്കും ഇപ്പോൾ പുത്രന്മാരുണ്ടായി വന്നിരീശ്വര നിയോഗത്താൽ. സിദ്ധമല്ലായ്കയാൽ ഞാൻ ഒന്നുണ്ടു ചൊല്ലിയിടുന്നു. സ്ത്രീകൾക്കു താൻ പെറ്റു പുത്രന്മാരില്ലെന്നാകിൽ ശോകത്തിനൊരിക്കലും ഇല്ലൊരു ശാന്തി നൂനം. എന്നിവയോർത്തു കുറഞ്ഞൊരു സന്താപമുള്ളിൽ പിന്നെയും ഉണ്ടാകുന്നു മൂഢത കൊണ്ടുതാനും. ഇത്തരം കേട്ടു പാണ്ഡു കുന്തിയോടൊരു ദിനം മദ്രജാമനോഗതമറിയിച്ചതു കേട്ടു. കുന്തിയും ഒരു മന്ത്രം ദാനം ചെയ്തിതു മാദ്രിക്കന്തരാത്മനി പരമാനന്ദത്തോടും അവൾ. അശ്വനീ ദേവകളെ വരിക്ക നിമിത്തമായി വിശ്രുതന്മാരായ അവൾക്കിരുവരും ഉണ്ടായി വന്നു. നിശേഷ നൃപഗുണയുക്തന്മാരായിട്ടവർ വിശ്വനായക സമന്മാരെന്നേ പറയാവൂ. നകുലനെന്നും സഹദേവനെന്നതും നാമം നിഖിലജനമനോമോഹനന്മാരെത്രയും. ഓം നമോ ഭഗവതേ